അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടി 2 വരാലാണിത്. അപ്പോൾ ഇതിന് ഉടനെ നമ്മൾ ഫ്രൈ ആക്കും കേട്ടോ. വരണം ഇച്ചിരി ചാട്ടം പോകും. ഓ, നല്ല കിടുക്കാച്ച് വരാലാണ്. നിങ്ങൾ ചാടം റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ എൻ്റെ ഉള്ള ശക്തി എടുത്ത് പിടിച്ചേക്കുക. രണ്ടുപേരെ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല, ഒരെണ്ണം നിലത്ത് കിടക്കും കേട്ടാ. സ്കില്ലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് നമ്മുടെ വരാലിനെ നമ്മൾ അച്ചാറിടാൻ പോവാണ്. അപ്പോൾ വരാൽ അച്ചാർ കൂട്ടിയിട്ടുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ കണ്ടിട്ടില്ലാത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി അച്ചാറിന് പാകത്തിലുള്ള മീൻ കഷ്ണങ്ങൾ കട്ടിയെടുക്കാൻ പോവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കൂട്ടി ഒന്ന് തിരുമ്മി വയ്ക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതായിട്ട്. ഇതിനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ മീൻ ഇവിടെ പുരട്ടി ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു അരമണിക്കൂറായി. അരമണിക്കൂറെങ്കിലും വെച്ചാലേ ഇതിൽ ഉപ്പും ഇതൊക്കെ പിടിക്കത്തുള്ളൂ. വേപ്പില ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കായം. ഇതിലിനി ചേർക്കാൻ ആവശ്യമുള്ളത് കടുക്, ഉലുവ, പിന്നെ ദേ നമ്മൾ 2 ടൈപ്പ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിരിയമുളക് പൊടിയുണ്ട്, അല്ലാതെ നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, പിന്നെ നമ്മൾ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. എണ്ണ വേണം. അപ്പോൾ ഇത് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പുരട്ടി വെച്ചേക്ക് നമുക്കിനി ഒന്ന് വറുത്ത് കോരിയെടുക്കണം. എണ്ണ ഒഴിക്കാൻ പോകണം. ചട്ടി ഇവിടെ വെച്ച് വേണ്ട എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഈ മീനെന്ന് പറഞ്ഞാൽ വരാലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് വന്ന വരാലാണ്. ഇനി ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇതിൻ്റെ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല, ഷാഡോ ഫ്രൈ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് അച്ചാറിടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീനെല്ലാം വറുത്ത് കോരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അച്ചാറിന് ആവശ്യമുള്ള ഗ്രേവി നമുക്ക് റെഡിയാക്കണം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ പോകണം. അപ്പോൾ ഇതുകൂടെ നമ്മൾ വറുത്ത് കോരിയാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കും. അപ്പോൾ അതിന് ഈ എണ്ണ തന്നെ മതി, നമുക്ക് വേറെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഇനി എണ്ണ കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി. മീൻ വറുത്ത് കോരി എണ്ണയിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ കടുക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി,
പച്ചമുളക് ഇവയെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ആദ്യം മുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കുവാണ്. കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പൊടിയൊക്കെ ചേർക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ കഷ്ണത്തിലോട്ട് ഗ്രേവിയൊക്കെ പിടിക്കേണ്ടതാണ്, മുളകും ഉപ്പും ഒക്കെ. പിന്നെ വിനാഗിരി കൂടി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല അച്ചാറിൻ്റെ ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കായപ്പൊടി കൂടി ചേർക്കുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ അച്ചാറിൻ്റെ എല്ലാം ആവും. അപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴേ ഇതിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡിയാവും. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വരാൽ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യത്തിന് പുളി ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. എല്ലാം പാകത്തിനാണ്, സൂപ്പറാണ്. അപ്പോൾ രുചികരമായി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.